ഇതേപോലെ ഒരു യൂസർ അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മറ്റൊരു മെത്തേഡ് കൂടി നോക്കിയാലോ? ഇത് ചെയ്യാനായിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഈ ഒരു യൂസർ അക്കൗണ്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം മാനേജ് മൈ അക്കൗണ്ട് എന്ന് കൊടുക്കുക. ഇവിടെ അക്കൗണ്ട് സെറ്റിങ്സിൽ അതർ യൂസേഴ്സ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ആഡ് അക്കൗണ്ട് എന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ മൈക്രോസോഫ്റ്റ് ആയിട്ട് ബന്ധപ്പെട്ട സൈൻ ഇൻ ആണ് ചോദിക്കുന്നത്. അത് നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഐ ഡോണ്ട് ഹാവ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുന്നു. ഇവിടെ ഇമെയിൽ ID യൂസ് ചെയ്തിട്ട് ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷനാണ് പറയുന്നത്. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ലോക്കൽ അക്കൗണ്ട് ആയതുകൊണ്ട് ആഡ് എ യൂസർ വിത്തൗട്ട് എ മൈക്രോസോഫ്റ്റ് അക്കൗണ്ട് എന്ന് കൊടുക്കുന്നു. ഇവിടെ ഇപ്പോൾ യൂസർ അക്കൗണ്ട് ടെസ്റ്റ് 1 എന്ന് കൊടുത്തിട്ടുണ്ട്. പാസ്വേഡ് എൻ്റർ ചെയ്തു, എൻ്റർ ചെയ്തു. കുറച്ച് സെക്യൂരിറ്റി ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, അതിനൊക്കെ ആൻസർ ചെയ്തിരിക്കുന്നു. പാസ്വേഡ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണിത്. നെക്സ്റ്റ് ചെയ്യുന്നു. അക്കൗണ്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന അക്കൗണ്ട് സ്റ്റാൻഡേർഡ് യൂസറാണ്, അതായത് ലിമിറ്റഡ് യൂസറാണ്. അതുകൊണ്ട് അതിനെ അഡ്മിൻ ആക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഡൗൺ ആരോ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ചേഞ്ച് അക്കൗണ്ട് ടൈപ്പ് എന്ന് കൊടുക്കുന്നു. ഇവിടെ നമ്മൾ സ്റ്റാൻഡേർഡ് യൂസർ എന്നുള്ളത് മാറ്റിയിട്ട് അഡ്മിനിസ്ട്രേറ്റർ എന്നാക്കുന്നു. ഓക്കെ കൊടുക്കുന്നു. ഇപ്പോൾ ടെസ്റ്റ് 1 എന്ന് പറഞ്ഞ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന അക്കൗണ്ട് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുള്ളത് കാണാം. അത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സെറ്റപ്പ് കംപ്ലീറ്റ് ആവും. അപ്പോൾ ഇതേപോലെയുള്ള വിൻഡോസ് ടിപ്സിനായിട്ട് ഫോളോ ചെയ്യാൻ മറക്കണ്ട. അറിയാത്തവർക്ക് ഉപകാരപ്പെടാൻ വേണ്ടി നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.